ആ കുട്ടിയോ ഇങ്ങോട്ട് കേരാ കുട്ടിയെ. എന്താ മറക്ക സ്ഥിതി? എനിക്ക് മറ്റന്നാക്കിയിരുന്നു. ഇരിക്ക കുട്ടിയെ, ഞാൻ ചെറുക്കനോട് പറഞ്ഞേനു. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ വരാം. അല്ലാ എടീ, ആ കുട്ടി പൈസക്ക് വന്നിക്കണ്. ഇജോനോട് പറഞ്ഞീനോ? ആ ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലാന്നും പറഞ്ഞില്ല. ഇജെന്നാ ഓനോട് ഒന്നുകൂടി ചോദിച്ചോക്ക. ഷാനുവോ, ആ കുട്ടിയൊക്കെ പൈസക്ക് വന്നിക്കണു. അമ്മ നല്ല പറഞ്ഞില്ലേ? അല്ലമ്മ, ഈ ബാപ്പ ഉണ്ടാക്കിയ കട എന്നാ തീര? നല്ലൊരു ജോലി കിട്ടി ശമ്പളക്കാരനായ അന്ന് തുടങ്ങിയതാണ് ബാപ്പാന്റെ ഈ കടം വീട്ടല്. എന്തിനാ പതുക്കേക്കണ്? ബാപ്പ കേക്കട്ടെ. ഈ കടം വാങ്ങി കൂട്ടിയതൊക്കെ ബാപ്പ എന്താ ചെയ്തത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ അധ്വാനിച്ചിട്ടാ ഒരു വീടടക്കണ്ടായത്. എന്നിട്ടും ബാപ്പാക്ക് അവിടെ കടം, ഇവിടെ കടം, ബാങ്കിൽ കടം. ഈ കോലത്തിലാണെങ്കിൽ ഇഞ്ച ആയുസ് മുഴുവൻ പണിയെടുത്താലും ബാപ്പാന്റെ കടം വീട്ടാനേ തേക്കുള്ളൂല്ലോ. സാരല്ല മറാക്ക, കുറച്ച് പൈസ അല്ലേ, ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം. സാറില്ല. അല്ല, ബാപ്പ നിങ്ങൾക്ക് എത്ര പൈസ തരാനുള്ളത്? ആഹാ, അതോ, അന്റെ പഠിത്തം കഴിഞ്ഞ് ഇജ് പണി കിട്ടാൻ വേണ്ടി ട്രെയിനിങ്ങിന് പോയില്ലേ? അതിന് വന്ന ചെലവെത്രയെന്ന് എന്നെക്കാൾ എനിക്കറിയില്ലേ? ആ പൈസ എന്റെ ബാപ്പന്റെ അടുത്ത് വാങ്ങിയതാ. ആ പിന്നെ മുന്നിലൂടെ നല്ല ഭാവി കണ്ടുകാണ്ട് ഇഷ്ടപ്പെട്ടൊരു കോഴ്സിന് ഇജ് പഠിക്കാൻ പോകുമ്പോ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ബാപ്പാക്ക് അന്നെ താങ്ങാനുള്ള കെൽപ്പുണ്ടോ വെച്ച് അന്ന് നോക്കിന്നോ? അന്നൊക്കെ അന്ന് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ബാപ്പ അന്റെ ഓരോ ആവശ്യത്തിനും ചോദിക്കുമ്പോ എണ്ണി തന്നിന്നതേ. ഇരിക്കണ കൂര പണയപ്പെടുത്തി ലോൺ എടുത്തും കണ്ടവരുടെ കടം വാങ്ങിയാണ്. നല്ലൊരു ഭക്ഷണം പോട്ടെ, നല്ലൊരു തുണിയും കുപ്പായെങ്കിലും ആ സാധുവിനുണ്ടോന്ന് ഇജ്ജ് നോക്കിന്നോ? ഈ കോട്ടും സൂട്ടും ഇട്ട് പടിയിറങ്ങുമ്പോ ആ പടിമത്തന്നെ ഉണ്ടായിരുന്നു എന്റെ വാപ്പ പടി ചവിട്ടിയ പായേരം. അത് മാത്രം ഇജ്ജൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ രാവിലെ ഇജ്ജ് വാപ്പാനോട് പറഞ്ഞ ആ വർത്താനം പറയില്ലായിരുന്നു കുട്ടിയെ. ഇതാ ആ കുട്ടിയാക്കാക്ക് കൊടുക്കാനുള്ള പൈസ. രാവിലെ വിവരമില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഉപ്പാന്റെ കടം എത്ര ഉണ്ടെങ്കിലും അത് തീർക്കാൻ എന്റെ 2-3 മാസത്തെ ശമ്പളം മാത്രം മതിയാവും. പക്ഷേ എന്റെ ഈ ആയുസ് മുഴുവൻ പണിയെടുത്താലും ഉപ്പാനോടുള്ള കടം എനിക്ക് തീർക്കാൻ കഴിയൂലല്ലോ.